Hi guys, welcome back to my channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗ ടു സ്റ്റാർട്ട് എ സ്മോൾ ബിസിനസ് എന്നുള്ളൊരു ഇതാണ്. പ്രത്യേകിച്ച് എൻ്റെ എക്സ്പീരിയൻസിൽ പറയാനാണെങ്കിൽ ഞാനൊരു ക്രാഫ്റ്റ് ബിസിനസ് ഓണറാണ്. സോ എൻ്റെ എക്സ്പീരിയൻസും അതേപോലെ തന്നെ ഇനി ക്രാഫ്റ്റ് ബിസിനസ് സ്റ്റാർട്ടാക്കാൻ പോകുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടായിട്ടുള്ള ഒഫീഷ്യൽ അക്കൗണ്ടും ക്രാഫ്റ്റ് അക്കൗണ്ടും ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ഇടാനായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഞാനിവിടെ ഒരു നോട്ട് ബുക്കൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടു പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പം ഫസ്റ്റത്തെ ഒരു കാര്യമാണ് സ്റ്റാർട്ട് സ്മോൾ. അതായത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാനാണെങ്കിൽ ഇപ്പം എന്താ പറയുക, ഈ ഞാൻ ബൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം സ്റ്റാർട്ടാക്കിയത്. ബിക്കോസ് നമ്മൾ ഈ വീഡിയോസിനും ഫോട്ടോസിനൊക്കെ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ക്രോപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ബൾക്കായിട്ട് വാങ്ങും. പ്രത്യേകിച്ച് ക്രാഫ്റ്റ് ബിസിനസ് ഓണേഴ്സ് എന്ത് ചെയ്യുന്നറിയോ, ഈ ഫ്ലവേഴ്സ്, ബഞ്ച് ഫ്ലവേഴ്സിനൊക്കെ നല്ല റേറ്റാണ്. ഐ തിങ്ക് 145 റുപ്പീസൊക്കെ ആകും ഒരു ഫ്ലവർ ബഞ്ചിനൊക്കെ. അപ്പോൾ അതെന്ത് ചെയ്യും, ഫസ്റ്റ് തന്നെ പോയി വാങ്ങും. അതേപോലെ തന്നെ സാറ്റേണിൻ്റെ തുണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, വാങ്ങും. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് ആദ്യം ലോസ് ഇല്ലാണ്ടിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യും. നമ്മൾ സേവിങ്സും ഓൾറെഡി ചെയ്ത് വെച്ചതൊക്കെ എന്ത് ചെയ്യും, അതൊക്കെ ഫസ്റ്റ് തന്നെ പോയിട്ട് എല്ലാത്തിലും ഇറക്കി ബൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വെക്കും. ഓക്കെ, അപ്പം അത് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പം അതാണ് ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത്, ബൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്ട് ഇരിക്കുക. ഓക്കെ, ആൻഡ് സെക്കൻഡ് കാര്യമാണ് സ്റ്റാർട്ടിങ് ഓൺലൈൻ. അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പേജ് തുടങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സാമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇടണമെങ്കിൽ ഫസ്റ്റായിട്ട് ഒരു പേജ് തുടങ്ങുക. യൂസർ നെയിമും നമ്മുടെ ബ്രാൻഡിൻ്റെ നെയിമും കൊടുക്കുക. ബ്രാൻഡിൻ്റെ നെയിം കൊടുത്തു, ബയോ അതിനനുസരിച്ച്, അതായത് ഏത് ബ്രാൻഡാണോ അതിനനുസരിച്ച് ബയോ കൊടുക്കുക. ഒരു ലോഗോ, ഒരു പ്രൊഫഷണലായിട്ടൊരു ലോഗോ കൊടുക്കുക. പിന്നെ എന്താ പറയുക, ഒരു ബിസിനസ് അക്കൗണ്ടായിട്ടോ ക്രിയേറ്റർ അക്കൗണ്ടായിട്ടോ എന്ത് ചെയ്യുക, ആ പേജ് കൺവേർട്ട് ആക്കുക. അങ്ങനെ ചെയ്ത് തരിക. ആൻഡ് ഇപ്പോൾ പറയുന്ന ഈ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്ന് പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പേജ് സ്റ്റാർട്ട് ചെയ്തു ഒരു 1.5 ഇയർ കഴിഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങുന്നത്. ഞാൻ ആദ്യം സ്റ്റാർട്ടാക്കിയത് ഈ ഓൺലൈൻ വാട്സപ്പ് വഴിയാണ് ഞാൻ സ്റ്റാർട്ടാക്കിയത്. വേറെ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ ഒന്നും ഉണ്ടായിട്ടില്ല. വാട്സപ്പിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. വാട്സപ്പിൽ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടാണ് എനിക്ക് ആദ്യം ഒരു 1.5 വർഷത്തോളം ഞാൻ പോയത്. ഇൻസ്റ്റാഗ്രാമും ഉണ്ടായിട്ടില്ല എനിക്ക്. അപ്പം എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിൽ തന്നെ വേണമെന്നൊന്നുമില്ല, പതുക്കെ തുടങ്ങിയാലും മതി. നമ്മൾ അറിയുന്നവരുടെ അടുത്തൊക്കെ പറയുക. അതേപോലെ എന്താ പറയുക, വാട്സപ്പ് ഇപ്പോൾ എല്ലാവരുടെയും കോമൺലി ഉണ്ടാകുന്നൊരു സോഷ്യൽ മീഡിയ ആണ്. സോ എന്ത് ചെയ്യാം, അതുവഴി നമ്മൾ ഓരോരുത്തർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ സ്റ്റാറ്റസ് വയ്ക്കും. അവർക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവർ ഇൻസ്റ്റയിൽ പോസ്റ്റ് ആക്കുക. അങ്ങനെയൊക്കെ ചെയ്യാം. അതാണ് ഫസ്റ്റ് പറയാനുള്ളത്. ആൻഡ് ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഞാൻ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടൊന്നുമല്ല ഞാൻ എൻ്റെ പേജ് സ്റ്റാർട്ടാക്കിയത്. ഞാനൊരു ഇതിൽ ഇൻഷോട്ടിലൊക്കെ എഡിറ്റ് ചെയ്ത് ക്യാൻവയിലൊക്കെ പോയി എഡിറ്റ് ആക്കിയിട്ട് ഒരു പേജ് അങ്ങോട്ട് സ്റ്റാർട്ടാക്കി. പക്ഷെ അത് വാട്സപ്പ് വഴിയാണ് ഞാൻ ചെയ്തത്. അത് മാത്രമാണ് എൻ്റെ ഒരു ഇതിൽ പറയാനുള്ളത്. അപ്പോൾ സെക്കൻഡ് വൺ പറയുന്നത്, ഓൺലൈനായിട്ട് തുടങ്ങുന്നവരാണെങ്കിൽ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ചെയ്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ യൂട്യൂബിലും ഒരു ചാനൽ തുടങ്ങാം. അങ്ങനെ. ആൻഡ് തേർഡ് വൺ ആണ്, ആദ്യത്തെ ഒരു 6 മാസം, നിങ്ങളുടെ ബിസിനസ്സിലുള്ള ആദ്യത്തെ ഒരു 6 മാസം നമ്മൾ ആ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാം. അതായത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഒരു ബിസിനസ് സ്റ്റാർട്ടാക്കാൻ പോകുന്നത്, നമുക്ക് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ആ ഒരു 6 മാസം നോക്കുക. അതായത് നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, അതേപോലെ എന്താ പറയുക,
കസ്റ്റമേഴ്സ് ബിൽഡേഴ്സ് അതൊക്കെ നോക്കുക. ജെന്യൂൻ ആയിട്ടുള്ള ഡീലേഴ്സ് അവരിനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്യാം. പിന്നെ പറയുന്നത് നമ്മൾ പോസ്റ്റ് കൺസിസ്റ്റൻ്റ്ലി എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഫോട്ടോസ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ തന്നെ പല പല പോസിൽ വെച്ചിട്ട് നമുക്ക് ഇതാക്കാം, എഡിറ്റ് ആക്കിയിട്ടിടാം, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഒബ്സർവ് ലേറ്റസ്റ്റ് ട്രെൻഡ്. ഇപ്പോൾ എന്താ പറയുക, കാലം മാറുന്നവർ ഓരോരോ ട്രെൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അപ്പോഴത്തെ ട്രെൻഡ് എന്താണോ അതിനെ കുറിച്ചിട്ടിടുക, നമ്മൾ അതെങ്ങനെ മേക്ക് ചെയ്യുന്നു നോക്കുക, അതൊക്കെ നോക്കുക. അതാണ് പറയാനുള്ളത്. പിന്നെ വേണ്ടതാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വേണം. നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വേണം. ഓക്കെ, അതിപ്പം ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനൊക്കെ അത് വേണം. ഐഡിയ നമ്മുടെ ഇൻട്രസ്റ്റ് പാഷനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ബിസിനസ് സ്റ്റാർട്ടാക്കുക. എനിക്ക് പറയാനുള്ളത്, മറ്റുള്ളവരെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു ബിസിനസ് സ്റ്റാർട്ടാക്കരുത്. അതായത് ഇപ്പോൾ അവർക്ക് ഏണിങ്സ് വരുന്നുണ്ട്, അതേപോലെ നമുക്കും കിട്ടണം എന്നുള്ള ഇതിൽ നമ്മൾ സ്റ്റാർട്ടാക്കരുത്. പ്രത്യേകിച്ച് ഇപ്പോൾ ക്രാഫ്റ്റ് ബിസിനസ് എന്ന് പറയുന്നത് എല്ലാവരും ഇപ്പോൾ ലോകത്ത് എല്ലാവരും ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ എവിടെ നോക്കിയാലും ക്രാഫ്റ്റ് ബിസിനസ് ചെയ്യുന്നവർ തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത് ചെയ്താൽ ഭയങ്കര ലാഭമാണ്, ഞാൻ പറയും അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമ്മുടെ പാഷൻ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ഇപ്പോൾ ക്രാഫ്റ്റ് ബിസിനസ് ആണെന്ന് പറഞ്ഞല്ലോ, അപ്പം അതിനെ കുറിച്ചിട്ട് ഒരു ഇൻഫോർമേഷൻസ് കളക്ട് ഇൻഫോർമേഷനാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഹാമ്പേഴ്സ് ഉണ്ടാക്കുന്നത് നോക്കി, ഫ്രെയിംസ് അല്ലെങ്കിൽ ഹാമ്പേഴ്സ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ബോക്സ് എവിടെ നിന്ന് വാങ്ങുന്നു, അതിൻ്റെ ഐറ്റംസ് എവിടെ നിന്ന് വാങ്ങുന്നു, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോരുത്തരുടെ അടുത്ത് അന്വേഷിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതൊക്കെ പഠിക്കുക ആദ്യം. അല്ലെങ്കിൽ നമ്മൾ ഓരോരോ ഷോപ്പിൽ പോയിട്ട് അതിനെക്കുറിച്ചിട്ട് നടത്താൻ തുടങ്ങുക. അതാണ് മെയിനായിട്ട്, അതാണ്. ഓക്കെ, പിന്നെ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ ഏകദേശം പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടായിട്ടുള്ള യാസ്ന ആഷിഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിലോട്ട് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ഓക്കെ.